ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൈപ്പുഴക്കാറ്റിലെ വിശേഷങ്ങളാണ്. കോട്ടയം ജില്ലയിലെ നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലുള്ള കൈപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകൾ. ഒരു ചെറിയ ഗ്രാമമാണ്, നല്ല ഭംഗിയുള്ള ഗ്രാമമാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കൈപ്പുഴക്കാറ്റ് ഓപ്പൺ ജിം, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ വേണ്ട ഈ പാടശേഖരത്തിൻ്റെ ഈ സൈഡിൽ കൈപ്പുഴക്കാർക്ക് ആരോഗ്യം ശ്രദ്ധിക്കാനും ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങൾ, ജിം എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7 എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ. വെറുതെ ജിമ്മിൽ പോയിട്ട് പൈസ കളയാതെ ആൾക്കാർക്ക് ഇവിടെ വന്നിരുന്ന് ഇതാ ഇത്ര ഒരു ആംബിയൻസിൽ വേറെ എവിടെ ഉണ്ട്? ഇതാ പിടിച്ച് തൂങ്ങാനുള്ള സംഭവമാണെന്ന് തോന്നുന്നത്. സെറ്റപ്പ് കൊള്ളാം. ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ആൾ കൂടുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ പറ്റും. അതിനിവിടെ നല്ല തിരക്കായിരിക്കും. ഈ നട്ടുച്ചക്കൊന്നും ആരും ഇല്ലെങ്കിലും നമുക്കിനി ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇതാ തെങ്ങുംതോപ്പ് നിൽക്കുന്ന, ആ തെങ്ങുകൾ നിൽക്കുന്നത് കണ്ടില്ലേ, അതിൻ്റെ നടുക്കൂടെ വഴിയുണ്ട്. അതിൻ്റെ അപ്പുറത്തും ഇതുപോലെ വെള്ളമാണ്. ഇത് പുഞ്ചപ്പാടമാണെന്നാണ് തോന്നുന്നത്. പുഞ്ചപ്പാടമാണോ അതോ ഇനി വല്ല വെള്ളക്കെട്ടാണോ എന്നറിയില്ല. പുഞ്ചപ്പാടമായിരിക്കണം. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് അതിലെ അങ്ങേ അറ്റം വരെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം. നല്ല രസമുണ്ട് ഈ സ്ഥലം കേട്ടോ. ഇത് പുഞ്ചപ്പാടമാണോ? അല്ല, ഈ വെള്ളം കയറി കിടക്കുന്നത് പുഞ്ചയാണോ അതോ പുഞ്ചയല്ലേ? കയറിയത് സാധാരണ ഇവിടെ മറ്റേ കൃഷി നെൽപ്പാടമല്ലേ വരുന്നത്, വെള്ളം കയറി കിടക്കുന്നേ അല്ലേ? അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ആ അറ്റത്തുനിന്ന് ഇങ്ങനെ അറ്റം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് വൈബാണ് മക്കളെ, വൈബാണ്. നിങ്ങൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയും കാഴ്ചകൾ തന്നെ പോരെ. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ, ഇതിപ്പോൾ നട്ടുച്ചയ്ക്ക് വലിയ വെയിലില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, കുറച്ച് കാർമേഘമൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് വന്നാൽ പൊരിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല പൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. പറ്റുന്നവരൊക്കെ വരിക. കുടമാളൂരിനടുത്താണ്. കോട്ടയം വന്നിട്ട് കുടമാളൂരിൽ നിന്ന് ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ ഈ കൈപ്പുഴയിലേക്ക്. അവിടുന്ന് കൈപ്പുഴക്കാറ്റ് ചോദിച്ചാൽ മതി. ബോർഡ്, ഞാൻ വരുന്ന വഴിക്ക് കൈപ്പുഴക്കാറ്റെന്ന ബോർഡൊന്നും കണ്ടില്ല. ആൾക്കാരോടൊക്കെ ചോദിച്ച് വരിക, കൈപ്പുഴക്കാറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കണം. കൈപ്പുഴക്കാറ്റെന്ന് ചോദിച്ചാലേ കിട്ടൂ. അപ്പോൾ അതെ, ഇങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. നോക്ക്. അപ്പോൾ ഇതാണ് മക്കളെ കൈപ്പുഴക്കാറ്റ്. കണ്ടോ, നടുക്കൂടെ റോഡ്, 2 സൈഡും പുഞ്ചപ്പാടമാണ്. ഇപ്പം മഴ പെയ്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുകയല്ല, വെള്ളം കയറിയതാണ്.
ഇതാ ഇങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. നല്ല അടിപൊളി വൈബാണ്. ഞാനിപ്പോൾ നല്ല നട്ടുച്ച നേരത്താണ് ഇവിടെ നിൽക്കുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ല. വലിയ വെയിലില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടുന്ന് കിട്ടുന്ന ആ സൺസെറ്റ് കാണാൻ പറ്റുമെങ്കിൽ കാണാൻ പറ്റും, മേഘങ്ങളൊന്നും ഇല്ലെങ്കിൽ. അതിനുവേണ്ടി ഇവിടെ നല്ല തിരക്കായിരിക്കും. സൺസെറ്റ്, കൈപ്പുഴക്കാറ്റ്, സൂര്യാസ്തമയം എന്നാണ് ഇതിൻ്റെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. സൺസെറ്റ് വ്യൂ പോയിന്റ് കൈപ്പുഴക്കാറ്റെന്ന്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ചുമ്മാതല്ല കൈപ്പുഴ കാറ്റെന്ന് ഇവിടെ പേരിട്ടത്. ഇത് കണ്ടോ, നല്ല കാറ്റാണ്. ആ കാറ്റത്ത് ഈ ഓളം വെട്ടുന്നത് കണ്ടോ. കുറേ നേരം നോക്കി നിന്നാൽ പേടി വരും. കാറ്റോട് കാറ്റ്. മറ്റേ പാട്ട് ഞാൻ പാടട്ടെ? കാറ്റേ നീ വീശരുതിപ്പോൾ. വേണ്ടല്ലേ. നമ്മുടെ ചെറുക്കൻ ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. അവനെ ഞാൻ അവിടെ ഒതുക്കി വെച്ചു. നമുക്ക് ഈ തെങ്ങും തോപ്പിനകത്തേക്കൊന്ന് കയറിയിട്ട് വരാം. അയ്യോ, ആ സൈഡിലൊക്കെ പിള്ളേരല്ല വലിയവരൊക്കെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇത് കേട്ടോ, കാറ്റെന്ന് പറഞ്ഞാൽ അന്യായ കാറ്റ്. മിക്കപ്പോഴും മഴ പെയ്ത് ഞാനിവിടെ നനയാനുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രകൃതി എനിക്ക് ഒരുക്കി തരുന്നുണ്ട്. ആളെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റാണ് ഇത് കേട്ടോ. ഇനി ഞാനിവിടെ കാല് കുത്തിക്കൊണ്ടാണെന്ന് അറിയത്തില്ല. നല്ല രാശിയാണ്. എവിടെ പോയാലും കാറ്റും മഴയും കൊടുങ്കാറ്റും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുകൊണ്ടാണോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാനിവിടെ വന്നു 5 മിനിറ്റായി. കാർമേഘം അവിടുന്ന് ഉരുണ്ടുകൂടി വരുന്നുണ്ട്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പം എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കണം. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് കയറി നിൽക്കാൻ തോന്നുന്നില്ല. ഇവിടെ നിന്നങ്ങ് നനഞ്ഞാലോ എന്ന് വരെ ആലോചനയിലുണ്ട്. പിന്നെ ഫോണും ക്യാമറയൊക്കെ നനയുമല്ലോ എന്ന് കരുതി മാത്രം എങ്ങോട്ടേലും കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നെല്ലൊക്കെ വിതച്ച് കഴിഞ്ഞിട്ട് നെല്ലൊക്കെ വളർന്നു നിൽക്കുന്ന ആ ഒരു കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ സീസണിൽ ഒന്ന് വന്നിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോയും കൂടെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരു ഇന്നോവയൊക്കെ അവിടെ കിടപ്പുണ്ട്. അങ്ങോട്ട് മുന്നോട്ട് വഴിയുണ്ട്. എവിടെ വരെ എനിക്ക് തോന്നാം തെങ്ങുംതോപ്പിൻ്റെ അവിടെ അങ്ങേയറ്റം നിൽക്കുന്ന തെങ്ങിൻ്റെ അടുത്തൊക്കെ പോകാൻ തോന്നുന്നു. നമുക്ക് നോക്കാം എവിടെ വരെ പോകാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാനെങ്ങും ഒരു സ്ഥലമില്ല. ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ഷെഡുണ്ട്, അവിടെ നിൽക്കാം. അതുകൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഇവിടെ നിന്ന് നോക്കാം മഴ പെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ അങ്ങേ അറ്റത്തുനിന്ന് ഇതാണ്ട് ഇങ്ങറ്റം വന്നു കേട്ടോ. ആ തെങ്ങിൻ്റെ അടുത്തേക്കൊക്കെ പോകുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നതാണ്. പക്ഷേ ഇവിടെ ഈ പോകുന്ന വഴിയിൽ വെള്ളം കയറി കിടപ്പുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, ഒരു കെട്ടുണ്ട്. അതിൻ്റെ മണ്ടയിൽ കൂടെ കയറി നടക്കാൻ പറ്റും. പക്ഷേ കാല് തെറ്റിയാൽ വെള്ളത്തിൽ കിടക്കും. അത് വേറെ കാര്യം. പോയി നോക്കാം. ഈ വഴിയെ അങ്ങ് പോയിട്ട് അവിടെ വരമ്പുണ്ട്. ആ വരമ്പിൻ്റെ അവിടെ എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നടന്നുകൊണ്ട് പോയിരിക്കുന്ന ഈ കെട്ടിന് എത്രത്തോളം ബലം ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. ഒരു ധൈര്യം വെച്ചങ്ങ് നടക്കുകയാണ്. എന്തായാലും ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. കാരണം ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, വെള്ളമാണ്. ഓരോ അടിയും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ഇത് താഴ്ച ചിലപ്പം താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനകത്ത് കണ്ടോ വെള്ളമാണ്. അപ്പോൾ റിസ്ക് എടുക്കണ്ട, നമുക്ക് നേരെ തിരിച്ചു പോയേക്കാം. അങ്ങേ സൈഡിൽ പോയിട്ടും പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലെ ഈ ഒരു നമ്മളിപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു വരമ്പ് തന്നെയാണ് അവിടെയും. അതിൻ്റെ അപ്പുറത്തൊരു വെള്ളക്കെട്ടുകൂടെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. എങ്ങോട്ട് നോക്കിയാലും വെള്ളം. പുഞ്ചപ്പാടം മാറ്റി നമുക്ക് വെള്ളപ്പാടം എന്നാക്കാം. വെള്ളം കൃഷി ചെയ്യുന്ന പാടങ്ങൾ. അപ്പോൾ നമുക്കെന്തായാലും തിരിച്ച് നടന്നേക്കാം.
കാരണം അങ്ങോട്ട് പോയി ഇതിനകത്തൊക്കെ വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ കയറി ഇരിപ്പുണ്ടെങ്കിൽ അറിയത്തില്ല. വെറുതെ പണി വാങ്ങണ്ടായല്ലോ എന്ന് കരുതി, അല്ലാതെ പേടിയുണ്ടായിട്ടല്ല. അങ്ങനെ നമ്മൾ അങ്ങേയറ്റത്തേക്ക് പോവാതെ വീണ്ടും തിരിച്ചു പോവുകയാണ്. ഈ ഒരു ഓരം ചേർന്നങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കൈപ്പുഴക്കാറ്റ് എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും പാടങ്ങൾ, നടുക്കൊരു വരമ്പ്, അതിലൂടെ വണ്ടി ഓടിച്ചു പോകാം. വരി വരിയായി നിൽക്കുന്ന തെങ്ങും തോപ്പുകൾ, വീശിയടിക്കുന്ന കാറ്റ്, ചില സമയം നമ്മൾ പറന്നു പോകുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പറ്റുന്നവരൊക്കെ വരിക കേട്ടോ. പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിള്ളേർക്ക് മാത്രമല്ല, എല്ലാവർക്കും, അപാലവൃദ്ധം ജനങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കൈപ്പുഴക്കാറ്റ് എന്ന് ഞാൻ നിങ്ങളെ സസന്തോഷം അറിയിച്ചു കൊള്ളുകയാണ് സുഹൃത്തുക്കളെ. ലൂക്കോസ് ആൻഡ് ലില്ലി തറയിലിൻ്റെ സ്നേഹസ്മരണയ്ക്കായിട്ടൊരു മഞ്ഞ ഇരിപ്പിടം ഇവിടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഒറ്റ ഇരിപ്പിടമേ ഉള്ളൂ. ഒന്നാണെങ്കിലും വലിയ കാര്യം, നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടുന്ന് യാത്ര പറഞ്ഞാലോ. ഇത്രയൊക്കെ കാഴ്ചകൾ കണ്ടാൽ പോരെ? ഇത്രയൊക്കെ കാഴ്ചകളേ ഉള്ളൂ. വെള്ളം, തെങ്ങ്, വരമ്പ്, വണ്ടികൾ, നല്ല കാറ്റ്, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകുന്നേ അറിയത്തില്ല. ടപ്പേന്നായിരിക്കും സമയം പോകുന്നത്. കാരണം ഇത്രയും കാറ്റടിക്കുന്നത് കൊണ്ട് വലിയ ക്ഷീണം അറിയത്തില്ല. അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ചിൽഡ്രൻ ഗുഡ് ബൈ.